മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിണറായി സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പിറവം നഗരസഭയിലെ കല്ലുവെട്ടാമടയിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചുവളരുവാൻ പിണറായി സർക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കേരളത്തിൽ എന്ത് കുറ്റകൃത്യങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പിണറായി ഭരണത്തിൽ പോലീസ് നോക്കുകുത്തിയായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1924 ബെൽഗാം കോൺഗ്രസ് സെഷനിൽ വെച്ചാണ് ആദ്യവും അവസാനവുമായി മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്. ഇപ്പോൾ മുബാസിയുടെ കുറേയധികം കാര്യങ്ങൾ CPM-നെതിരെയൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടുകാരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ പിണറായി വിജയന്റെ മുടിഞ്ഞ ഭരണം, ഈ മുടിഞ്ഞ് മുണ്ടങ്കോരെടുത്ത് ഈ ഭരണം ഒന്ന് അവസാനിപ്പിക്കണം, നമുക്ക് ഇവനെ പുറത്തിറക്കണം എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. പക്ഷെ ആളുകൾ അത് പറയുന്നതിനോട് ഒരു ചെറിയ കാര്യം കൂടെ പറയും. ആ ഭരണം നിങ്ങൾക്ക് തരാൻ ഒരു ചെറിയങ്കട പ്രശ്നമുണ്ട്, അതൊന്ന് നേരെയാവാനുണ്ടെന്ന് പറയും. മൂളലും എന്നുണ്ട്, 3 മൂളലാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ വിഷയം, അതൊക്കെ ഒന്ന് പരിഹരിക്കണം, പക്ഷെ നിങ്ങളെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നാണ് എല്ലാ നാട്ടുകാരും കൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ആചരിക്കുന്ന 1924 കോൺഗ്രസ് സെഷൻ. പിറവം നഗരസഭയിലെ കല്ലുവെട്ടാമടയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബിൻ വർക്കി. യശശരീരനായ കോൺഗ്രസ് നേതാവ് CK കൃഷ്ണൻ ചുമ്മാരാത്തിന്റെ നാമധേയത്തിലുള്ള വേദിയിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് സുകുമാരൻ കോലത്തുനിരപ്പിൽ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബ്ബാസ് ഓടക്കാലി മുഖ്യ പ്രഭാഷണം നടത്തി. ഏത് ഗ്രാമാന്തരങ്ങളിൽ ചെന്നാലും അവിടെ ഒരു കോൺഗ്രസ്സുകാരനും കോൺഗ്രസിൽ കമ്മിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിന് കാരണം എന്താണ്? അതിവിടുത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ നമ്മുടെയോ ആരെങ്കിലുടെയും വ്യക്തിപരമായ കഴിവ് കൊണ്ടല്ല. കോൺഗ്രസ് ഈ കാലഘട്ടവുമാകുകയും ഇതിന്റെ മുഴുവൻ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട്, ചരിത്രത്തിന്റെ മുഴുവൻ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ജയിച്ച് മുന്നോട്ട് വന്നതിന്റെ ഒരേ ഒരു കാരണം, ഈ കാലഘട്ടങ്ങളിലാകെയും കോൺഗ്രസ് ഏറ്റെടുത്തത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കഷ്ടത അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശയും പ്രതീക്ഷയുമായി മാറി എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഈ കാലഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് നീതിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ഇത് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് നിറം പകർന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പ്രതീക്ഷകളെ ത്രസിപ്പിച്ച പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തിന് നിതാന്തമായി നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഗാന്ധിയും കോൺഗ്രസും അത്ഭുതങ്ങളുടെ പ്രസ്ഥാനമായി മാറുന്നത്. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും കാർഷിക മേഖല മികച്ച കർഷകരെ പണിയായുധങ്ങളും മികച്ച ക്ഷീര കർഷകർക്ക് പാൽപാത്രവും ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും നൽകി ആദരിച്ചു. യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി KR പ്രദീപ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ, പിറവം നഗരസഭ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, UDF മണ്ഡലം ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രശാന്ത് മമ്പുറത്ത്, റെജി മന്നാച്ചിയിൽ, VT പ്രതാപൻ, അഡ്വക്കേറ്റ് KN ചന്ദ്രശേഖരൻ, വർഗീസ് നാരേക്കാട്ട്, MK ശിവഗിരി, കൗൺസിലർ അന്നമ്മ ഡോമി, എൽദോ ചാക്കോ ജോഷി, വർഗീസ് തച്ചിലുകണ്ടം, ജോർജ് സീപ്പോൾ, ജിജോ കുര്യൻ പെരിയപ്പുറം, സിറിൽ ചെമ്മനാട്ട്, തോമസ് വെട്ടിയാങ്കണ്ടത്തിൽ, അജേഷ് ചുമ്മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.